إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. ഏറെ ആദരണീയരായ വിശ്വാസിനികൾ, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമുക്ക് സീറ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെ തന്നെ തലക്കെട്ടോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ പ്രവേശിച്ച സമയത്ത് ആദ്യമായി ചെയ്ത പ്രവർത്തനങ്ങൾ എന്ന് കാണാൻ കഴിയും. സാധാരണയായി നമ്മളുടെ നാടുപേക്ഷിച്ച് മറ്റൊരു നാടിലേക്ക് എത്തിപ്പെട്ടാൽ നമ്മൾ ആദ്യമായി തിരയുക എന്തായിരിക്കും? നമുക്ക് താമസിക്കുവാൻ സുരക്ഷിതമായ ഒരു സ്ഥലമായിരിക്കും, മറ്റു സൗകര്യങ്ങളായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ സ്വഹാബികൾ, മദീനക്കാർ, അൻസ്വാറുകൾ വളരെ താല്പര്യത്തോടു കൂടി വരുന്നുണ്ട്. പലരും പാട്ടുപാടി തങ്ങളുടെ കുടുംബത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരംഗത്തെ പോലെ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കൊതിയോടുകൂടി അവർ മദീനയുടെ പരിസരങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടകങ്ങളിലേക്ക് അതിഥിയായി വരുന്നതും കാത്ത് നിൽക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്കും അനുവാദം കൊടുത്തിട്ടില്ല. പടച്ചവന്റെ ചില തീരുമാനങ്ങളുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. റസൂലിന്റെ ഒട്ടകം ഇങ്ങനെ മുന്നോട്ട് പോയി. ആ ഒട്ടകം ഒരു സ്ഥലത്ത് പടച്ചവന്റെ വിധിപ്രകാരം മുട്ടുകുത്തി. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി. ആ മുട്ടുകുത്തിയ സ്ഥലം അത് അന്നുകാലത്ത് ഈ ഈത്തപ്പഴമൊക്കെ ഉണക്കാൻ വേണ്ടി ഇട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലം രണ്ട് യതീമുകളായ മക്കളുടേതായിരുന്നു. ആ മക്കളുടെ പേര് സഹ്ല്, സുഹൈലി എന്നായിരുന്നു. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങുന്നത്. അതിനടുത്തുള്ള ഒരു സഹാബിയുടെ, ഒരു അൻസ്വാരിയുടെ വീട്ടിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
താമസിക്കുന്നത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്യുന്നത് ഈ സ്ഥലം, ഒട്ടകം മുട്ടുകുത്തിയ ആ ഈത്തപ്പഴം ഉണക്കാനിടുന്ന ആ സ്ഥലം, അത് വിലക്ക് വാങ്ങുവാനുള്ള ശ്രമമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം നടത്തുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? മസ്ജിദുർ റസൂൽ, മദീനയിലെ മസ്ജിദുർ റസൂൽ പണിയുവാൻ വേണ്ടി, മസ്ജിദുൻ നബവി പണിയുവാൻ വേണ്ടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ഥലം വിലക്കെടുക്കാമെന്ന് ആ കുട്ടികളോട് ആവശ്യപ്പെടുന്നത്. മദീന പള്ളിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആവശ്യപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ ആ രണ്ട് മക്കൾ പറഞ്ഞു, റസൂലെ, ഇത് ഞങ്ങൾ താങ്കൾക്ക് വെറുതെ ഹദിയയായി തരുവാൻ സന്നദ്ധരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. റസൂൽ അതിന് തയ്യാറായില്ല. വില കൊടുത്തു തന്നെ ആ സ്ഥലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാങ്ങി. എന്നിട്ട് അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവി പണിതു. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ ആദ്യം ചെയ്ത പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? അതിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന് മനസ്സിലാക്കുവാനുള്ളത്, ഏതൊരു നാട്ടിലെയും മുസ്ലിം ഉമ്മത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് മസ്ജിദുകളാണ്, പള്ളികളാണ്. അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന്റെ കാര്യങ്ങളെല്ലാം ഉണ്ടാകേണ്ടത് എന്ന ഒരു പ്രവർത്തനം തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. പള്ളികൾ, മസ്ജിദുകൾ അത് പാവനമാണ്, പവിത്രമാണ്. അതിനോട് മര്യാദകളുണ്ട്, അത് പാലിക്കേണ്ടതാണ്. പള്ളിയിലേക്ക് കടന്നു വരുമ്പോ പള്ളിയിൽ വന്നിട്ട് 2 റക്അത്ത് തഹിയ്യത്തിന്റെ നമസ്കാരം നമസ്കരിച്ചുകൊണ്ട്, പള്ളിയോടുള്ള ഒരു ഇക്റാമായി, ഒരു ആദരവായി അത് നമസ്കരിച്ചുകൊണ്ടാണ് ഇരിക്കേണ്ടത് എന്ന് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അത്രമേൽ ആദരവുള്ള, നമ്മൾ ബഹുമാനിക്കേണ്ടുന്ന, നമ്മൾ ആദരിക്കേണ്ടുന്ന ഒരു സ്ഥലമാണ് പള്ളികൾ എന്ന് പറയുന്നത്. ആ പള്ളികൾ ആരാണ് പരിപാലിക്കേണ്ടത് എന്ന് കഅബയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് മക്കാ മുശ്രിക്കീങ്ങളുടെ കൈകളിൽ ഉണ്ടായിരുന്ന ആ കഅബാലയത്തെ പറ്റി പറയുന്നിടത്ത് പള്ളികളുടെ, അള്ളാഹുവിന്റെ ഭവനങ്ങളുടെ പരിപാലകരാകേണ്ടവരുടെ ക്വാളിറ്റിയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികളെ പരിപാലിക്കേണ്ടുന്ന ആളുകൾ അവരാരാണെന്നറിയാമോ? മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ആളുകളായിരിക്കണം, ഈമാനുള്ളവരായിരിക്കണം. വൽ യൗമിൽ ആഖിർ, പരലോകത്തിലും വിശ്വാസമുള്ള ആളുകളായിരിക്കണം. വ അഖാമസ്സലാഹ്, നമസ്കാരം നിലനിർത്തുന്ന ആളുകളായിരിക്കണം. വ ആതസ് സകാഹ്, സകാത്ത് കൊടുക്കുന്ന ആളുകളായിരിക്കണം. ലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്ത രീതിയിലുള്ള മുത്തഖികളായ, മുഅ്മിനീങ്ങളായ ആളുകളാണ് പള്ളികളെ പരിപാലിക്കേണ്ടത്. അവർക്കാണ് പള്ളികളുടെ മഹത്വം അറിയുക, അവർക്ക് മാത്രമാണ് പള്ളികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. പള്ളികളെ പ്രകാശിപ്പിക്കുന്നത് പള്ളികളിൽ നടക്കുന്ന ആരാധനകളാണ്. പള്ളിയുടെ ഭംഗികൾക്കപ്പുറത്ത് പള്ളികളെ പ്രകാശിതമാക്കുന്നത് അതിൽ നടക്കുന്ന ആരാധനകളാണ്. ആ ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നത് വിശ്വാസികളാണ്. അവർ ഓരോ സമയവും 5 നേരം നിർബന്ധമായും അവർ ആ പള്ളിയിൽ കയറിയിറങ്ങും. അവർക്ക് തിരക്കുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ബിസിനസ്സുകൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവർ പള്ളിയുടെ പരിപാലനത്തിന് മറ്റെന്തിനേക്കാൾ, പള്ളിയിൽ വന്നുകൊണ്ട് ആരാധന ചെയ്യുന്നതിന് മറ്റെന്തിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. ഫീ ബുയൂത്തിൻ, നിങ്ങൾ കേട്ടിട്ടില്ലേ, നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം വിശദീകരിക്കുവാൻ ഒരുപാടുള്ള ഒരു വചനമാണത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവിടെ നൂറുൻ അലാ നൂർ എന്ന് പറയുന്നതിൽ ഒരു നൂറ് വിശ്വാസിയുടെ ഹൃദയമാണ്. അതെവിടെയാണ് ആ പ്രകാശത്തിനുമേൽ പ്രകാശം ഉണ്ടാവുക? ഫീ ബുയൂത്തിൻ, അത് അല്ലാഹുവിന്റെ ഭവനങ്ങളിലാണ്. അതിനല്ലാഹു അൻ തുർഫഅ, അതിനെ, ആ പള്ളികളെ പടുത്തുയർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു. വയുദ്കറ ഫീഹ ഇസ്മു, അല്ലാഹുവിന്റെ നാമങ്ങളെ അവിടെ പ്രകീർത്തിക്കുവാനും അവനെ ദിക്ർ ചെയ്യുവാനും കൽപ്പിച്ചിരിക്കുന്നു. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ, അവനെ, അല്ലാഹുവിനെ പ്രഭാതത്തിന്റെ തുടക്കത്തിലും അതുപോലെ തന്നെ സന്ധ്യാസമയത്തുമെല്ലാം അവർ അല്ലാഹുവിനെ അവിടെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമസ്കാരവും മറ്റു സൽക്കർമ്മങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. റിജാലുൻ, ചില ആളുകളാണ് അവർ ആ പള്ളികളിൽ ആരാധനകളെ കൊണ്ട് തിളക്കമാക്കുന്നത്, ആരാധനകൾക്ക് സജീവമാകുന്നത്, ആ പള്ളികളെ ആരാധനകൾ കൊണ്ട് സജീവമാക്കുന്നത്. റിജാലുൻ, ചില ആളുകളാണ്. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്,
അവരുടെ കച്ചവടം, അവരുടെ ബിസിനസ്, അതൊന്നും അള്ളാഹുവിന്റെ കാര്യത്തിൽ അവരെ അശ്രദ്ധരാക്കി മാറ്റുകയില്ല. നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന് അവരുടെ ബിസിനസ്സും കാര്യങ്ങളും തെറ്റിച്ചു കളയില്ല. സകാത്ത് കൊടുക്കുന്നതിൽ നിന്നും അവരെ തെറ്റിച്ചു കളയില്ല. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. എന്തുകൊണ്ടാണ് അവർ ഇത്ര ശ്രദ്ധയോടുകൂടി ആരാധനകളിൽ നിറയുവാനുള്ള കാരണം? അവരൊരു ദിവസത്തെ ഭയപ്പെടുന്നുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തെ, ഖിയാമയുടെ ദിവസത്തെ, വിചാരണയുടെ ദിവസത്തെ, പരലോക ജീവിതത്തെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയങ്ങൾ മാറി മറിയുന്ന, കണ്ണുകൾ ഇളകി മറിയുന്ന ഒരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അവർ പള്ളികളിൽ സജീവമാകുന്നത് എന്ന് വിശ്വാസികളുടെ പള്ളികളെ ആരാധനകൾ കൊണ്ട് നിറയ്ക്കുന്നവരെ പ്രശംസിച്ചുകൊണ്ട് എല്ലാ തിരക്കുകൾക്കിടയിലും ആരാധനകൾക്ക് സമയം കണ്ടെത്തുന്നവരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചുകൊണ്ട് പറയുന്നതാണ് ഈ വചനം. അതുകൊണ്ടാണ് മസ്ജിദുകൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായി തീരുന്നത്. അത് ബൈത്തുള്ളയാണ്, പടച്ചവന്റെ വീടാണത്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അള്ളാഹുവിന് അവന്റെ ഈ ഭൂമിയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഏതാണെന്ന് അറിയുമോ? മസാജിദുഹാ, മസ്ജിദുകളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഏതാണെന്ന് അറിയാമോ? അങ്ങാടികളാണ്. അങ്ങാടികൾക്കൊരു സ്വഭാവമുണ്ട്. അങ്ങാടികളിൽ നടക്കുന്ന അങ്ങാടി വർത്തമാനങ്ങളുണ്ട്. ആ അങ്ങാടി സ്വഭാവവും അങ്ങാടി വർത്തമാനങ്ങളും ഉള്ളവരായി നമ്മൾ മാറരുത്. അവിടെ അനാവശ്യമായി സമയം ചിലവഴിക്കരുത്. കച്ചവടക്കാരെ കുറിച്ചല്ല, മറ്റുള്ളവരെ കുറിച്ചല്ല. അവിടെ ബഹളം വെച്ചും അവിടെ പല സംസാരങ്ങളും വൃത്തികേടുകൾ സംസാരിച്ചും വൃത്തികേടുകൾ പ്രവർത്തിച്ചും നിൽക്കുന്നത് അത് അബ്ഗദുൽ ബിലാദാണ്. എന്നാൽ അവിടെ നിൽക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ അവരിലേക്ക് വരുന്നതിനെ പറ്റി ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടുന്ന കാര്യമാണ്. അപ്പോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് പള്ളികളാണ്, മസ്ജിദുകളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പറഞ്ഞു തരാണ്. ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിന്റെ, പള്ളിയിൽ വന്നുകൊണ്ട് ജമാഅത്തായി നമസ്കരിക്കുന്നതിന്റെ പുണ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. 25 ഇരട്ടി 27 ഇരട്ടി വരെ പ്രതിഫലം കിട്ടുമെന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട് പറയാണ്. ആർക്കാണ് ആ പ്രതിഫലം കിട്ടുക? വീട്ടിൽ നിന്ന് തന്നെ വുളു എടുത്തിട്ട് എല്ലാ നിലക്കും കൃത്യമായി വുളു ചെയ്ത് എന്നിട്ട് അവൻ പള്ളിയിലേക്ക് വരാണ്. ലാ യുഖ്രിജുഹു ഇല്ല സ്വലാ. അവനെ വീട്ടിൽ നിന്ന്, അവന്റെ തിരക്കുകളിൽ നിന്ന് അവനെ പള്ളിയിലേക്ക് എത്തിച്ചത് അങ്ങാടിക്ക് വന്നപ്പോൾ പള്ളിക്ക് കയറിയതല്ല. അവന് പള്ളിയിലേക്ക് വേണ്ടി മാത്രം നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് അവനവന്റെ വീടുകളിൽ നിന്ന്, അവന്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന്, അവന്റെ തിരക്കുകളിൽ നിന്ന് അവൻ പള്ളികളിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ലം യഖുത്തു ഖത്വ, അവൻ ഒരു കാൽപാദം വെക്കുമ്പോഴും ഇല്ലാ റുഫിഅത് ലഹു ബിഹാ ദറജ. അല്ലാഹുവിന്റെ അടുക്കൽ അവന്റെ സ്ഥാനം, അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ഓരോ വട്ടവും അവൻ കാൽ വെക്കുമ്പോൾ അള്ളാഹിന്റെ അടുക്കലുള്ള അവന്റെ സ്ഥാനം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഓരോ കാൽ വെക്കുമ്പോഴും അവന്റെ പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവൻ നമസ്കരിച്ചു കഴിഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരുന്ന് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയാണെങ്കിൽ മലക്കുകൾ അവന് വേണ്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അത്രമേൽ പ്രതിഫലമുള്ളതാണ് പള്ളികളിലേക്ക് ആരാധനകളെ കൊതിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വരിക എന്നുള്ളത്. ഇത് സംസാരിക്കുവാനുള്ള സ്ഥലമല്ല, ഇത് ബഹളങ്ങൾ വെക്കുവാനുള്ള സ്ഥലമല്ല. ഈ പള്ളിയുടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് തന്നെയാണ് പറയുന്നത്, കർശനമായി കൊണ്ടു തന്നെയാണ് പറയുന്നത്, ഗൗരവമായി കൊണ്ടു തന്നെയാണ് പറയുന്നത്. അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണ് പറയുന്നത്. നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഇത് തമാശകൾക്കും ബഹളങ്ങൾക്കും മൊബൈൽ ഉപയോഗത്തിനും മറ്റു തമാശ വർത്തമാനങ്ങൾക്കുമുള്ള സ്ഥലമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതാണ്. മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടുന്നു. യത്ലൂന കിതാബല്ലാഹ്, അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നു. വയതദാറസൂന ബൈനഹും, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചുകൊണ്ടും അവർ സമയം ചിലവഴിക്കുന്നു. ഇല്ലാ നസലത് അലൈഹിമുസ് സകീന, അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു ശാന്തത അവരിലേക്ക് ഇറങ്ങും. വഗശിയതുഹുമുർ റഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യം അവരെ പൊതിയും. വഹഫതുഹുമുൽ മലായിക, മലക്കുകൾ അവരുടെ മുന്നിലേക്ക് അണയും. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ,
അഭിമാനത്തോടുകൂടി അള്ളാഹു അവരെ ചൂണ്ടി അവന്റെ അടുക്കലുള്ള മലക്കുകളോട് അഭിമാനത്തോടുകൂടി അങ്ങനെ പള്ളിയിൽ ആരാധനകളിൽ അതുപോലെ തന്നെ ഖുർആൻ പഠനത്തിൽ ഖുർആൻ പാരായണത്തിലൊക്കെ ചിലവഴിക്കുന്ന ആളുകളെ പറ്റി അഭിമാനത്തോടുകൂടി പറയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ സ്ഥലമാണ് പള്ളികൾ. അതിനെ തമാശകൾക്കുള്ള സ്ഥലവും മൊബൈൽ ഉപയോഗത്തിനുള്ള സ്ഥലവും സംസാര ബഹളങ്ങൾക്കുള്ള സ്ഥലവുമാക്കി മാറ്റരുത് എന്നത് ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആരാധനകൾക്ക് തടസ്സം സൃഷ്ടിക്കരുത്. നമ്മളുടെ സംസാരവും നമ്മളുടെ ബഹളവും ഒരാളുടെ നമസ്കാരത്തെ തശ്വിഷാക്കുന്നുണ്ട് എങ്കിൽ, ഒരാളുടെ ആരാധനയെ അത് ബാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഗൗരവപ്പെട്ട കാര്യമാണ്. എത്രത്തോളം അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നു കൊണ്ടിരിക്കുന്ന സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുബ്ബ ഒരു അറ കെട്ടിയിട്ട് അവിടുന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്നുകൊണ്ട് ആരോ കുറച്ച് ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. സംസാരമല്ല കേട്ടോ, സംസാരമല്ല, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനയെ അത് ബാധിച്ചു. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടു കൂടി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അലാ ഇന്ന കുല്ലക്കും മുനാജിൻ റബ്ബ, നിങ്ങളൊക്കെ അള്ളാഹുവുമായി രഹസ്യ സംഭാഷണം നടത്തുകയാണ്. നിങ്ങൾ വലിയ ബഹളം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് മുഴുവൻ അറിയുന്ന പടച്ചോനാണ്. ആ പടച്ചോനോട് നിങ്ങൾ രഹസ്യ സംഭാഷണം നടത്തുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ഒരാളും മറ്റൊരാളെയും ഉപദ്രവിക്കരുത്. നിങ്ങളിൽ ചിലരെ ഉപദ്രവിക്കരുത്. ചിലർ ചിലരെക്കാൾ ഖുർആൻ ഉറക്കെ ഓതിക്കൊണ്ട് മറ്റുള്ളവരുടെ ആരാധനകൾക്ക് തടസ്സം സൃഷ്ടിക്കരുത് എന്ന് പറഞ്ഞ പള്ളികളിൽ ഖുർആൻ പാരായണം കൊണ്ടുപോലും ആളുകളുടെ ഇബാദത്തുകൾക്ക് തടസ്സം സൃഷ്ടിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന മസ്ജിദുകളിൽ നമ്മളുടെ സംസാര ബഹളങ്ങൾ ഉയരുന്നു എന്നത് ഗൗരവത്തോടു കൂടി വിമർശിക്കപ്പെടേണ്ടുന്ന കാര്യം തന്നെയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ ഒരാൾ വന്നിട്ട് പള്ളിയിൽ അയാളുടെ ഒട്ടകത്തെ കാണാതായ സമയത്ത് അദ്ദേഹം പള്ളിയിൽ വന്നിട്ട് ചോദിക്കാണ്, എന്റെ ഒട്ടകത്തെ ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. ഈ പള്ളിന്റെ കാറിന്റെ കീയോ മറ്റു സാധനമൊക്കെ കളഞ്ഞു പോയാൽ ആ പള്ളിന്റെ ഉള്ളിൽ ആളുകൾ കുറെ ആൾക്കാരുണ്ടാവും, ആരാധനാർക്കുണ്ടാവും. അവിടെ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ചോദ്യം ഒരു സഹാബി ചോദിച്ച സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ റദ്ദഹല്ലാഹു അലൈക്, നിന്റെ ഒട്ടകത്തെ അല്ലാഹു നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ. ഫൈനൽ മസാജിദ ലം തുബ്ന ലിഹാദാ, പള്ളികൾ ഇതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല. നിങ്ങളുടെ കച്ചവടങ്ങൾക്ക്, നിങ്ങളുടെ ബിസിനസ്സുകൾക്ക്, നിങ്ങളുടെ വർത്തമാനങ്ങൾക്ക് അതിനുള്ളതല്ലത്. ഫൈനൽ മസാജിദ ലം തുബ്ന ലിഹാദാ, പള്ളികൾ അതിനുവേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല എന്ന് എന്ത് ഗൗരവത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞത് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. അപ്പോ ഈ പള്ളിയുമായിട്ട് പള്ളിയുടെ ഒരു ഹുറുമത്ത്, പള്ളിക്ക് നമ്മൾ നൽകേണ്ടുന്ന ഒരു ആദരവ്, അത് നമ്മൾ പാലിക്കണം. എല്ലാവരും പാലിക്കണം, വിദ്യാർത്ഥികളും പാലിക്കണം, എല്ലാ ആളുകളും അതിൽ ശ്രദ്ധ പുലർത്തണം എന്നതാണ് ഒന്നാമതായി പള്ളിയുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം. അതുപോലെ തന്നെ പള്ളി വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് അത് ഒരു ക്ലീനിങ് സ്റ്റാഫിനോ മറ്റോ ഉത്തരവാദിത്തപ്പെട്ട മാത്രം കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. പള്ളി നമ്മളുടേതൊക്കെയാണ്. ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്. നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്. നമുക്കൊക്കെ ഓരോരുത്തർക്കും പള്ളിയെ വൃത്തിയായി സൂക്ഷിക്കുക എന്നതിന് ഉത്തരവാദിത്തമുണ്ട്. അത് വലിയ ഫദ്ലുള്ള ഒരാളാണ്, ഒരു കാര്യമാണ്. വലിയ ഫദ്ലുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുള്ള ഒരു കാര്യമാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു കാപ്പിരിപ്പെണ്ണ്, ഒരു കറുത്ത വർഗക്കാരിയായ ഒരു പാവം സ്ത്രീ. ആ സ്ത്രീ മരിച്ചു. അവരെ കാണാതെയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവരെ കുറിച്ച് ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പള്ളി അടിച്ചു വാരുന്ന ഒരു സ്ത്രീയെ, ഒരു നിസ്സാരയായ വലിയ തറവാട്ടുകാരിയല്ലാത്ത, പേരും പ്രശസ്തിയുമില്ലാത്ത ഒരു പാവം സ്ത്രീ, അവരെ കാണാതെയായപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന മദീനയുടെ ഭരണാധികാരി ആ സ്ത്രീ അന്വേഷിച്ചു. അവർ മരിച്ചു എന്ന് സ്വഹാബികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊട്ടിത്തെറിച്ചു. അഫലാ കുൻതും ആദൻതുമൂനി, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല? എന്നിട്ട് സ്വഹാബത്ത് പറയാണ്, അതൊരു പാവം സ്ത്രീയല്ലേ, ഒരു നിസ്സാരയായ സ്ത്രീയല്ലേ, അവരുടെ മരണമൊക്കെ റസൂലിനെ അറിയിക്കേണ്ടതുണ്ടോ എന്ന് അവർ വിചാരിച്ചത് കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരങ്ങനെ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്വസ്ഥനായി. എന്നിട്ട് പറഞ്ഞു, ദുല്ലൂനി അലാ ഖബ്രിഹാ,
അവരുടെ ഖബർ എനിക്ക് കാണിച്ചു തരിക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. നമ്മളൊക്കെ ഇന്നും നമ്മളൊരു മയ്യത്ത് മറമാടുന്ന സമയത്ത് അന്ന് ആ ജനാസ നമസ്കരിക്കാൻ അവിടെ ഇല്ല എങ്കിൽ ഖബറിന്റെ പുറത്തു പോയി നമസ്കരിക്കാം എന്നതിനുള്ള തെളിവ് ഈ പാവം കാപ്പിരിപ്പെണ്ണിന്റെ ചരിത്രമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയുടെ ഖബറിന്റെ അടുക്കൽ പോയിട്ട് നമസ്കരിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഇന്ന ഹാദിഹിൽ ഖുബൂറ മംലൂഅത്തുൻ ളുൽമതൻ അലാ അഹ്ലിഹാ. ഈ ഖബറുകൾ അതിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടു നിറഞ്ഞതാണ്. വ ഇന്നല്ലാഹ അസ്സ വജല്ല യുനവ്വിറുഹാ ലഹും ബിസ്വലാത്തി അലൈഹിം. ഞാൻ അവർക്ക് വേണ്ടി നമസ്കരിച്ചാൽ ആ ഖബറുകളെ അല്ലാഹു പ്രകാശപൂരിതമാക്കുമെന്ന് പറയുന്നത് പള്ളി അടിച്ചു വാരിയിരുന്ന, പള്ളി ക്ലീൻ ആക്കിയിരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്രമേൽ മഹത്വമുള്ളതാണ് പള്ളിയെ പരിപാലിക്കുക, അതിന്റെ വൃത്തിയിലും കാര്യങ്ങളിലും ശ്രദ്ധിക്കുക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് പള്ളികൾ പല ആളുകൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പള്ളികൾ നിർമ്മിക്കുവാൻ, അതുപോലെ തന്നെ എന്നിട്ട് അത് വൃത്തിയോടുകൂടി സൂക്ഷിക്കുവാൻ, അതുപോലെ തന്നെ അവിടെ സുഗന്ധം ഉള്ള അവസ്ഥയിൽ അതിനെ പരിപാലിക്കുവാൻ നമ്മളെല്ലാം പള്ളിയുടെ പരിപാലകരാവുക. ഇത് അള്ളാഹുവിന്റെ ഭവനമാണ് എന്ന ബോധമുണ്ടാവുക. ഇവിടെ പാലിക്കേണ്ടുന്ന മര്യാദകൾ പാലിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹദ വനസറ അബദ വഹസമ അൽഅഹ്സാബ വഹദ ഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി സ്വലാത്തി വഅസ്ക സലാമി വഅതമ്മ തസ്ലീം അലാ നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മുടെ പള്ളിയിലേക്ക് ഈ പ്രദേശത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ധാരാളം വിദ്യാർത്ഥിനികൾ എത്തുന്നുണ്ട്. ജുമാക്കും നമസ്കാരത്തിനുമൊക്കെയായി ഒരുപാട് ആളുകൾ നമ്മളുടെ പള്ളിയിലേക്ക് എത്താറുണ്ട്. പലപ്പോഴും എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ക്യാമ്പസുകളിലൊക്കെ പലതരത്തിലുള്ള തിന്മകളും വൈകൃതങ്ങളും ഒക്കെ നിറഞ്ഞാടുകയും നമസ്കാരത്തെയും ജുമയെയും ഒക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്ന മുസ്ലിം പേരുള്ള എത്ര കുട്ടികൾ ഉണ്ടാകുന്ന സമയത്താണ് നമ്മളുടെ പള്ളിയിലേക്ക് എത്രയോ മക്കൾ, വിദ്യാർത്ഥിനികൾ പള്ളിയിലേക്ക് ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി എത്തുന്നത് എന്നത്. അവർക്ക് ഖൈറിനും നന്മക്കും വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അവർക്ക് ഈ ദീനിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അവർ പിന്തുടരുന്നത് കൊണ്ടാണ് അവർ ആരാധനകൾക്ക് വേണ്ടി നമ്മളുടെ പള്ളികളിലേക്ക് എത്തുന്നത്. എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ പള്ളിയിലേക്ക് നമസ്കാരത്തിനൊക്കെ എത്തുന്നത് ആദരവോടുകൂടി കാണുന്നതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങൾ പറയുവാനുണ്ട്, ചില ഗൗരവമുള്ള പ്രശ്നങ്ങൾ. അതിൽ ചിലത് നമ്മൾ നേരത്തെ സംസാരിക്കുന്നതിനിടയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും പള്ളിയുടെ ഹുർമത്തിന് യോജിക്കാത്ത പ്രവർത്തനങ്ങൾ ഒന്നും നമ്മളിൽ നിന്ന് ഉണ്ടാകരുത്. ഒന്നാമത്തത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, മൊബൈൽ ഉപയോഗം, ബഹളം, മറ്റു സംസാരങ്ങൾ, അതൊന്നും പാടില്ല. ഫൈനൽ മസാജിദ ലം തുബ്ന ലിഹാദ. പള്ളി, മസ്ജിദ് എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയുന്നത്, ബൈത്തുള്ള, അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും പണിയപ്പെട്ടതല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോട് കൂടി നമ്മളോട് സൂചിപ്പിച്ച കാര്യം എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകേണ്ടതുണ്ട്. മറ്റൊരു പ്രശ്നം, ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഈ ഞെരിയാണിക്ക് താഴെയൊക്കെ പാന്റ് വലിച്ചഴിച്ചിട്ട് അത് നനഞ്ഞ് ഈ ചെളിവെള്ളമൊക്കെ ആയിട്ട് നേരെ പള്ളിയുടെ ഉള്ളിലേക്ക് വന്ന് കാർപ്പറ്റ് സ്മെല്ല് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കാൻ പാടില്ല എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ആളുകളിലേക്ക് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവൂല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോ ആ നനവും ഇങ്ങനെ വെള്ളമൊക്കെ വലിച്ചയച്ചുകൊണ്ട് പള്ളിയിലേക്ക് വന്നിട്ട് പള്ളിയിൽ അതിന്റെ വെള്ളവും ഇതൊക്കെ ആയിട്ട് വൃത്തികേടാക്കുന്നതിനെ പറ്റി നമ്മളൊരു ഗൗരവം കാണിക്കണം. പിന്നെ പാൻ്റൊക്കെ ഒന്ന് മഴ പെയ്യുന്ന സമയത്തൊക്കെ ആൺകുട്ടികൾ ഒന്ന് കയറ്റി വെച്ചിട്ടൊക്കെ വന്നാൽ നന്നാവും. അത് പള്ളി വൃത്തികേട് ആകുന്നതുമായി ബന്ധപ്പെട്ട ഗൗരവപ്പെട്ട വിഷയമാണ് എന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടിയൊക്കെ ചെറിയ കുട്ടികളാണെന്ന് തോന്നുന്നു, ഈ ബാത്റൂമിന്റെ ഒക്കെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കൊണ്ട് എറിഞ്ഞു കളിക്കുകയും തമാശ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വെള്ളം കൊണ്ട് കളിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ പള്ളിയുടെ ഭാഗത്തെയും ഒക്കെ അലങ്കോലപ്പെടുത്തുന്ന കാര്യമാണ്. അത് പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്നുള്ള രീതിയിൽ അള്ളാഹുവിന്റെ ഭവനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ കളികളും തമാശകളും ഒക്കെ ചെയ്യുന്നത് എന്നത് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടുന്ന ഒരു കാര്യമാണ്.
അതുപോലെ തന്നെ പെൺകുട്ടികളുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് ഗൗരവത്തോടു കൂടി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ആരെങ്കിലും ഈ മെൻസസ് സമയത്തൊക്കെ പള്ളിയിൽ കയറാൻ പാടില്ലാത്ത സമയത്ത് പള്ളിയിലേക്ക് ഒരു വിശ്രമത്തിനും മറ്റുമൊക്കെ ആയി വരുന്ന ആളുകൾ ഉണ്ടോ എന്ന് കേൾക്കുന്നുണ്ട്. അല്ലാഹു ആലം. അങ്ങനെ വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഹായിൽ ആയിരിക്കുന്ന സമയത്ത് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല. റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവർ റസൂലെ താങ്കളോട് ഹൈദിനെ കുറിച്ച് ചോദിക്കുന്നു, അതൊരു മാലിന്യമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്ത്രീ മാലിന്യമല്ല, പക്ഷെ അവർക്കുള്ള ആ ഒരു അവസ്ഥ അത് പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ പുരുഷന്മാരും അവർക്ക് വലിയ അശുദ്ധിയുള്ള സമയത്ത് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹൈദ് വലിയ അശുദ്ധി ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറ ഹത്താ തഅലമു മാ തഖൂലൂൻ വലാ ജുനുബൻ. നിങ്ങൾ ഈ മദ്യം നിരോധിക്കുന്നതിന്റെ ആദ്യ സമയത്ത് നിങ്ങൾ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് പള്ളിയിലേക്ക് വരരുത് എന്ന് വിലക്കുന്നതോടൊപ്പം അള്ളാഹു പറയാണ് വലാ ജുനുബൻ, ജനാപത്തുകാരായിക്കൊണ്ടും മസ്ജിദിലേക്ക് കയറരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഒക്കെ ഈ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികളിൽ നിന്ന് കാണുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ അതിനെ തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത്. നമ്മളുടെ ആരുടെയും ഒരു പ്രയോഗമോ പ്രവർത്തനമോ അവരെ പള്ളികളിൽ നിന്ന് അകറ്റുന്ന വിഷയത്തിലും മുതിർന്ന ആളുകൾ ഗൗരവവും ശ്രദ്ധയും കാണിക്കേണ്ടതുണ്ട്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ മൂത്രമൊഴിക്കാണ്. സ്വഹാബികൾ ബഹളം ഉണ്ടാക്കി, ശബ്ദം ഉയർന്നു, സ്വാഭാവികമാണ്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, ലാ തുസ്രിമു, നിങ്ങളെ അദ്ദേഹം പൂർണ്ണമായിട്ട് ഒഴിക്കട്ടെ, നിങ്ങൾ അദ്ദേഹം മൂത്രമൊഴിക്കുന്നതിനെ തടസ്സപ്പെടുത്തല്ലേ എന്ന് പറയുകയും അത് കഴിഞ്ഞതിന് ശേഷം സഹാബത്തിനെ വിളിച്ച് വലിയൊരു ബക്കറ്റ് കൊണ്ടുവന്ന് അതിൽ വെള്ളം കൊണ്ടുവന്ന് അവിടെ ഒഴിക്കുവാൻ, മണലാണ് ഇന്നത്തെ പോലെ കാർപ്പറ്റ് ഇതൊന്നുള്ള പള്ളിയല്ലല്ലോ, അപ്പൊ അവിടെ വെള്ളം കൊണ്ടുപോയി ഒഴിക്കുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയാണ്. അപ്പൊ എന്നിട്ട് അദ്ദേഹത്തിന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാണ്. കുട്ടികളിൽ നിന്നൊക്കെ വരുന്നത് പലപ്പോഴും അവിവേകം കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പള്ളിയിൽ ഇനി വരാതിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ മാതൃക എന്നത് ഈ പള്ളിയിൽ മൂത്രമൊഴിച്ച ആളുടെ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മസ്ജിദുകൾ ഇത് മൂത്രമൊഴിക്കാനും അല്ലെങ്കിൽ വൃത്തികേടാക്കാനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്നമാ ഹിയ ലിദിക്രില്ലാഹി വസ്സലാത്തി വഖിറാഅത്തിൽ ഖുർആൻ, ഇത് അല്ലാഹുവിനെ സ്മരിക്കുവാനുള്ള സ്ഥലമാണ്, ഇത് നമസ്കാരത്തിനുള്ള സ്ഥലമാണ്, ഇത് ഖുർആൻ പാരായണത്തിനുള്ള സ്ഥലമാണ്. ഇതാണ് ഇവിടെ നിർവഹിക്കപ്പെടേണ്ടത്. മക്കളെ അതിന് തടസ്സമുണ്ടാകുന്ന രീതിയിലുള്ളതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനെ മലിനമാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ സൽക്കർമ്മങ്ങളെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വീണ്ടും വീണ്ടും പൂർണ്ണമായ താല്പര്യത്തോടു കൂടി മസ്ജിദുകളിലേക്ക് ആരാധനകൾക്ക് വേണ്ടി വരുവാനുള്ള തൗഫീഖും താല്പര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു അവരുടെ രോഗങ്ങളിൽ ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. സാമ്പത്തികമായ പ്രയാസം, കടം എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിയൽ ഹാജാത്ത്. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم دمر أعداءنا وأعداءك وأعداء الدين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم احفظ بلادنا، اللهم احفظ بلادنا، اللهم احفظ بلادنا وأئمتنا وأمتنا وعلماءنا وأمراءنا وأولادنا وشبابنا من كل الفتن ما ظهر منها وما بطن ومن كيد الشيطان. اللهم إنا نعوذ بك من الشقاق
والنفاق وسوء الأخلاق. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.